വേണ്ടുന്നതാ പുരുഷന് തലയിൽ കെട്ട്, അവനത് കിരീടം എന്നലിയെ തൊട്ട്. കെട്ടുന്നതും നിന്നിട്ട് തന്നാകേണ്ടതാ, ഇരുന്നിട്ട് സയ്യിദുന അലി കെട്ടാത്തതാ. നബിക്കുള്ള തൃക്കൈ കൊണ്ട് തലയിൽ കെട്ട്, കെട്ടിക്കൊടുത്തിട്ടലിയെ ഖൈബറിൽ വിട്ട്. അതിനാൽ ഫത്ഹുണ്ടായതും അറിവുള്ളതാ, ത്വബറാനി തന്നെ റിവായത്തും ഇത് ചെയ്തതാ. ഇതുപോലെ തുഹ്ഫയിലുണ്ട് രണ്ടാം ഭാഗമിൽ 475 പേജ് അവസാനമിൽ. തല മുഴുവനും മറക്കുന്ന രീതിയിൽ ഭംഗിയായി ഇസ്കന്ദർ ആ തലപ്പാവ് കെട്ടിയതാദ്യമായി. നോക്കാം നിനക്ക് ബദാഇഉന്നൂർ, അതിൽ കാണുന്നതാണ് 186 അതിൽ. ഹൃദയം വിശാലതയാകുവാനിത് നല്ലതാ, ഇത് സഹനശക്തിയുമേറുവാനുതകുന്നതാ. നബി മുസ്തഫ തിരുനാവിനാൽ വിവരിച്ചതാ എന്നും മുആദ് ബിനു ജബൽ പറയുന്നതാ. സിറാജുൽ മുനീറിൽ നോക്കണം നീ ഒന്നിൽ, 220 മുന്നിൽ. നിസ്കാര സമയം ഇതുള്ളതെന്തൊരു ലാഭമാ, ഇല്ലാത്ത 70 റക്അത്തേക്കാൾ കേമമാ എന്നുള്ളതും നബി തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ ബുദ്ധർദായിനാൽ അറിവുണ്ട്. അതുമാത്രമല്ല സ്വലാത്തവർക്കായി റബ്ബുന ചൊല്ലുന്നതാണ് അംലാക്കുകൾ. അതുമിങ്ങന അംലാക്കുകൾക്കിത് കാണൽ എന്തെന്തിഷ്ടമാ. അതുമാത്രമല്ല അള്ളാഹുവിനതിലിഷ്ടമാ. ഇബ്ലീസിനെന്തൊരസഹ്യമാണിതുകൊണ്ട്, മറക്കാത്ത തല കണ്ടവന് കൗതുകമുണ്ട്. തൊപ്പിക്കും ഇതേ കെട്ടലും പതിവുണ്ട്, കെട്ടാതെ തൊപ്പി ധരിക്കലും നബിക്കൊണ്ട്. വാലിയത്തൊന്നിലെ നോക്കണം അതിലുണ്ട്, 26 പേജ് അതിൽ കിടപ്പുണ്ട്. ഉണ്ടായിരുന്ന നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. കെട്ടിൻ്റെ സുന്നത്തുണ്ട് തുപ്പിയിലെന്ന് ബിഗയത്ത് 79 പറയുന്നു. വാലിട്ട് കെട്ടൽ സുന്നത്താണെന്നുണ്ട്, ഇല്ലാതിരുന്നാലും ജവാസ് അതിലുണ്ട്. അതിനുള്ള നീളം കൂടിയാൽ മുഴമൊന്നാ, കുറയുന്നതായാൽ 4 വിരൽ മതിയെന്നാ. ഇരുഭുജമിടക്കായി പുറകിലേക്ക് ഇറക്കേണ്ടതാ, വലന്തോളിലേക്ക് ഇറക്കുന്നതേക്കാൾ നല്ലതാ. അടിസ്ഥാനമിൽ ഇടന്തോളിലേക്ക് ഇറക്കുന്നത് എന്നുള്ളതാ ഫത്ഹുൽ മുഈൻ വിവരിച്ചത്. തലയും തുറന്ന് നടക്കലിന്നൊരു ഫേഷനാ, അതുമാത്രമല്ല മറച്ചവൻ ഒരു ഭോഷന. രണ്ടാമതായി ഒരു മുണ്ടു കാണൽ തുച്ഛമാ, അതുകൊണ്ട് തലയിൽ കെട്ടിയാലത് പുച്ഛമാ. ചിലർക്കുള്ള രണ്ടാം മുണ്ടിനിന്നൊരു തുണ്ട, അത് കെട്ടി നിസ്കരിക്കുന്നതും പറയണ്ട.